ഞങ്ങൾ വലിയ സ്ക്രീനിൽ ദർ ആർ സെർട്ടൻ വാല്യൂസ് വിച്ച് വി നീഡ് ടു ഫോളോ. ചെറിയ സ്ക്രീനിൽ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളിപ്പം നമ്മളിപ്പോൾ ഒരു മൊബൈലിൽ കാണുന്നത് ഇപ്പോൾ ഒരു ടെക്നിക്കൽ ടേം നിറ്റ്സ് എന്ന് പറയും. 100 നിറ്റ്സിലാണ് ഞങ്ങൾക്ക് കാണുന്നത്. നേരെ മറിച്ച് തിയേറ്ററിലാണെങ്കിൽ ആ സ്ക്രീനിൻ്റെ 48 ആയാലും. അപ്പോൾ 48-നുള്ളിൽ ഞങ്ങൾ ആ പാരാമീറ്റേഴ്സ് ഞങ്ങൾക്ക് എന്താ കാണിക്കണം. നേരെ മറിച്ച് ഇതിൽ വരുമ്പം 100 നിറ്റ്സ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിരിക്കും, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഞങ്ങൾ കാണുന്നത് പോലെയല്ല, കുറച്ചും കൂടി എക്സാജുറേറ്റഡ് ആവാം, ഇല്ലെങ്കിൽ അത് ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതിൽ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ ഗ്രേഡ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ഈ സ്മോളർ സ്ക്രീനിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് എടുത്തു വരണം. അപ്പോൾ അതൊരു പ്രോസസ്സ് തന്നെയാണ്. പിന്നെ ഇപ്പം ഡോൾബി വിഷൻ ഇല്ലെങ്കിൽ HD നമ്മൾ കുറച്ചും കൂടി ക്രിസ്പിയർ ഇമേജ് ഇപ്പം കാണുന്നുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ TVസും അത് വരുന്നുണ്ട്. ആപ്പിൾ TV വന്നിട്ടുണ്ട്. അപ്പം ഈ പ്രോസസ്സിലേക്ക് വരുന്നത് അത് ഒരു ചാലഞ്ചാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ എന്താണ് കാണേണ്ടത്, തിയേറ്ററിൽ എന്താ കണ്ടത്, അതേപോലെ ഇതിലും കാണണം. അപ്പം അതിൽ ഞങ്ങൾക്ക് ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇപ്പം ഡോൾബി വിഷൻ എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് ഹോട്ട്സ്റ്റാർ ചോദിക്കുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, സോണി ലിവ് ഇപ്പോൾ വേറെയും ലോക്കൽ ചാനൽസും ചോദിക്കുന്നുണ്ട്, സൺ നെക്സ്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം ഡോൾബി വിഷൻ എന്ന് പറഞ്ഞാൽ അപ്പം അത്രയും ഡൈനാമിക് റേഞ്ച് അത്രയും ഉണ്ട്. ആ ഡൈനാമിക് റേഞ്ച് എനിക്കിപ്പം ബ്രഹ്മയുഗം ചെയ്തപ്പോഴും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. ഇല്ലെങ്കിൽ ഡേയ്സിലെ മിസ്സായി പോകും. അതെ നിങ്ങൾ എന്താണ് എങ്ങനെയാണ് കാണേണ്ടത് അതേപോലെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ മൂവി എക്സ്പീരിയൻസ് തന്നെ അത് മാറിപ്പോവും. എനിക്ക് ഇപ്പം ഞാൻ ചെയ്തൊരു പടം ഞാൻ കണ്ട പോലെ ഇല്ല, ഞാൻ കളർ ചെയ്ത പടം ഞാൻ കളർ ചെയ്ത പോലെ എനിക്ക് കാണാൻ പറ്റും, എനിക്കത് കാണാൻ പറ്റില്ല. എന്താ പറയുക, ഞങ്ങൾ ഒരു 2 മാസം കാണുന്നത് അതേപോലെ ഇല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. എത്ര ഹൗ ഗുഡ് മൂവി ആണെങ്കിലും അത് അങ്ങനെയാണ് ആക്ച്വലി. അതേപോലെ തന്നെ ഇപ്പം മൊബൈലിലാണെങ്കിലും ഇപ്പം ഓരോ മൊബൈലിലും ഓരോ പോലെയാണ്, ഇല്ലെങ്കിൽ ഓരോ മോണിറ്റർ ഓരോ പോലെയാണ്. സോ അപ്പം അതെല്ലാം ഒരേപോലെ ഇരിക്കാൻ ആണ് ഞങ്ങൾക്ക് നോക്കേണ്ടത്. അത് വലിയൊരു ചാലഞ്ചാണ്. ബട്ട് ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്. ചിലതിൽ ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പം ഐപാഡിലും ഇപ്പം ആപ്പിളിൻ്റെ ഐപാഡ് ഓൾമോസ്റ്റ് ഒരു നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്, റെറ്റിന ഡിസ്പ്ലേ ഉള്ളത്. വേറെ പല ഫോണിലും പലതാണ്. അപ്പം അത് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ബട്ട് പീപ്പിൾ ആർ ഗെറ്റിംഗ് അവെയർ ഓഫ് ഇല്ല, ഞാൻ കാണുന്നത് എല്ലാം കറക്റ്റ് എന്ന് ഇപ്പം കുറച്ച് പേർക്കെങ്കിലും അറിയാം. അത് കാലിബ്രേറ്റഡ് അല്ല, ഇല്ലെങ്കിൽ അത് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇപ്പം ഡിജിറ്റൽ എറ ഇല്ലെങ്കിൽ OTT ഇപ്പം വന്നപ്പം ഞങ്ങൾക്ക് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. ആക്ച്വലി പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് വൈഡ് ഓഡിയൻസാണ് റീച്ച് ആവുന്നത്. ഇപ്പം മലയാളത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു പടം യൂണിവേഴ്സലായി ആൻഡ് പീപ്പിൾ ആർ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. മലയാളം ഫിലിം ആണ്, അപ്പോൾ നല്ലത് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് വൈസ് അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. സോ അപ്പം അങ്ങനെ എല്ലാവർക്കും ഒരു സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ഇത് വന്നുകൊണ്ട് നല്ലതാണ് ആക്ച്വലി. ഞങ്ങളുടെ വർക്ക് അറ്റ്ലീസ്റ്റ് വാസ്റ്റ് എമൗണ്ട് ഓഫ് പീപ്പിൾ ആർ സീയിങ് ഇറ്റ് ആക്ച്വലി. സോ ദാറ്റ്സ് ഇറ്റ്.